ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് പോകുന്നുള്ളൂ മോൻ്റെ ചെബീൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാസർഗോഡ് നല്ലൊരു പൂക്കളം ഒരുക്കിയിട്ടുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ. അതെല്ലാം നോക്കി ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി കോഴിക്കോട് പോകുന്നുണ്ട്. ഇങ്ങനെ പോയപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഒന്ന് എംപ്ലോയ്മെൻറ്റ് ഓഫീസ് വരെ ഒന്ന് പോകണമെന്ന്. അങ്ങനെ അതെല്ലാം പോയി. അപ്പോൾ രജിസ്റ്റർ മുമ്പേ ഞാൻ കാസർഗോഡ് ആക്കിയിട്ടുണ്ടായി, ഇപ്പോൾ അതന്നെ മതിയായിരുന്നു. അങ്ങനെ അവിടെല്ലാം പോയി. പിന്നെ മടവൂർ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ മടവൂർ പോയി എല്ലാം സിയാർത്താക്കി അങ്ങനെ അവിടെല്ലാം കണ്ട് നല്ല രസമുണ്ടായി. അപ്പോൾ അതെല്ലാം ഇതാക്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതുകൊണ്ട് അവിടെ തന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ബസ് കയറി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പോയി റൂം എടുത്ത്. പിന്നെ രാത്രി തന്നെ ഞാനൊന്ന് കാഷ്വാലിറ്റിക്ക് പോയി. അവിടെ ഒന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് രാവിലെ OP ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ രാവിലെ ഞാൻ 5:30 മണിയാകുമ്പോൾ പോയി അവിടെ ക്യൂ നിന്ന് കാത്തു നിന്നിട്ട് പിന്നെ വേഗം 4 നമുക്ക് തന്നെ ടോക്കൺ കിട്ടി. അപ്പോൾ അങ്ങനെ ഡോക്ടറെല്ലാം കണ്ട് കാണിച്ചുള്ള ടെസ്റ്റെല്ലാം ചെയ്ത്. അപ്പോൾ 2 ചെവിക്കും കേൾവിയില്ല, ഒരു ചെവിക്ക് മാത്രം 10% മാത്രമേ കേൾവിയുള്ളത്. അപ്പോൾ നല്ല മിഷൻ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ മിഷൻ ഒന്നും വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു, നല്ലത് വെക്കണമെന്ന്. അപ്പോൾ 25,000 റുപ്യോളം ഉണ്ട് ഒന്ന് മേടിക്കണമെങ്കിൽ, ഒരു ചെവിക്ക് മേടിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വെക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കണം, മുമ്പോട്ട് എന്തെങ്കിലും ആക്കിയിട്ട് വെക്കണം. അപ്പോൾ മുമ്പ് ചെറുപ്പത്തിൽ ഞാൻ കാണിച്ചിട്ടെല്ലാം ടെസ്റ്റെല്ലാം ചെയ്തതിന് അപ്പോൾ ഇത്ര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ച വലുതാകുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് അതൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ.